ഇന്റർ മയാമിക്കും അതുപോലെ തന്നെ മെസ്സിക്കും അഭിമാനിക്കാം എന്നുള്ളതാണ് കേട്ടോ. റൗണ്ട് ഓഫ് 16ലേക്ക് എത്തുന്നത് എന്താടാ വലിയ അത്ഭുതകരമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. യെസ്. അപ്പോൾ നമ്മുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. യെസ്, ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങിയ സമയം മുതൽ അവരെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് ഹോസ്റ്റ് നേഷൻ എന്നുള്ള പ്രിവിലേജ് കൊണ്ടാണല്ലോ നിങ്ങൾ വരുന്നത്, അതുകൊണ്ട് ചുമ്മാ വന്ന് കളിച്ചിട്ടൊക്കെ പോടെ. റൗണ്ട് ഓഫ് 16 ഒന്നും കാണാൻ പോയിട്ട് മിക്കവാറും എല്ലാ ടീമിൻ്റെയും നിന്നും നല്ല അടി വാങ്ങിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക എന്ന് പറഞ്ഞവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്ഭുതത്തോടെ തന്നെ നോക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. കാര്യം എനിക്ക് തോന്നുന്നു ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്റർ മയാമി റൗണ്ട് ഓഫ് 16ലേക്ക് പോകുന്നുള്ളത്. MLS-ൽ വലിയ ചരിത്രം പറയാനോ അല്ലെങ്കിൽ ആ ക്ലബിന് തന്നെ വലിയ ചരിത്രം പറയാനോ ഒന്നുമില്ലാത്തൊരു ക്ലബ്ബാണ് ഈ പറയുന്ന പോലെ ഇന്റർ മയാമി. ആ ഇന്റർ മയാമി MLS-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്ലബ് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുകയാണെന്നുള്ളതാണ്. ആൻഡ് MLS-ൽ ഇപ്പോൾ നിലവിൽ ബെറ്റർ ടീമായിട്ട് ക്ലബ് വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും അവർ തന്നെയാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ബഹുമാനിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതി, ഇന്റർ മയാമിയുടെ എൻറ്റയർ സ്ക്വാഡ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഇരട്ടി ഇളവന്മാരിപ്പോൾ പുറത്തായി. ആ സമയത്താണ് ഇന്റർ മയാമിയും മെസ്സിയും റൗണ്ട് ഓഫ് 16ലേക്ക് പോകുന്നത്. ശരി തന്നെയാണ്, PSG-യുമായിട്ടാണ് റൗണ്ട് ഓഫ് 16 മത്സരം. അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ ഈ ടൂർണമെന്റിൽ ഇന്റർ മയാമിയും മെസ്സിയും പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഞങ്ങളെ ചെറുതായി കാണേണ്ട ഇഷ്ടം, ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് എന്തായാലും നല്ല ക്ലിയർ കട്ടായിട്ട് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൂടെ താഴെ കമന്റ് ചെയ്യുക.